ഞാൻ സ്മിത മോൾ, ദി സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. നമ്മൾക്ക് 2025 കുന്നിക്കുരു ജ്യോതിഷപ്രകാരമുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്, പുതുവർഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ പൊതുഫലം എന്താണ്, ഈ പുതുവർഷ ഫലം എന്താണ് എന്ന് നോക്കാം. ഈ വർഷം ഭരണിക്കാർക്ക് കുറച്ച് ദുരിത കാലഘട്ടങ്ങളും സമയദോഷങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നാലും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിയിലധികം നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കുറച്ച് കുടുംബ പ്രാരാബ്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും തൊഴിൽ ലാഭം, തൊഴിലിൽ നിന്നുള്ള ധനനേട്ടങ്ങൾ, വിദേശ സഞ്ചാരം, വിദേശ യോഗം, അല്ലെങ്കിൽ സന്താനങ്ങളോടൊക്കെ ഒത്തുള്ള യാത്രകൾ ഒക്കെ സാധിക്കുന്ന വർഷമാണ്. മാനസികമായിട്ടൊക്കെ ഏറെ ക്ലേശിച്ചിരുന്നവർക്ക് പുതിയൊരു ആശ്വാസത്തിനുള്ള വകയൊക്കെ ഉണ്ടാവുന്നതാണ്. ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ ഇവരെയൊക്കെ പ്രത്യേകം കരുതലോടെ കാണുക എന്നുള്ളതാണ് ഈ വർഷം ചെയ്യേണ്ടത്. കാരണം പെട്ടെന്നുള്ള സംസാരത്തിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് അല്ലെങ്കിൽ സംസാര ശൈലി കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള വർഷമാണ്. പൊതുവിൽ നല്ല സമയമാണ്. വളരെ കാലമായിട്ടിരുന്ന ജീവിതാഭിലാഷങ്ങളിൽ ഏറിയ പങ്കും നടപ്പിലാക്കാൻ സാധ്യതയുള്ള വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വിദ്യാപുരോഗതിക്ക് പറ്റുന്നതാണ്. ഉന്നതമായ വിജയങ്ങളും നേട്ടങ്ങളുമൊക്കെ കരസ്ഥമാക്കാൻ സ്വല്പം അധ്വാനം കൂടി ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാവും. അതുപോലെ തന്നെ മാനസികമായിട്ട് കുറച്ച് ദുരിതങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിനെയെല്ലാം ഓവർകം ചെയ്യാനും സാധിക്കുന്നതാണ് കേട്ടോ. ഒന്നാമത് രോഗമുണ്ടാവാനുള്ള കാരണവും നിങ്ങൾ തന്നെയാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ഒന്നും ചെയ്യാതെ തോന്നുന്ന സമയത്ത് കഴിക്കുകയും തോന്നുന്ന സമയത്ത് ഉറങ്ങുകയും തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പരിധിയിലധികം രോഗങ്ങൾ വരുത്തി വയ്ക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സന്താനങ്ങളുടെ വിദ്യാകാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വർഷം കൂടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികളുടെ ഭരണി നക്ഷത്രത്തിൽ പിറന്നവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അവരൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സന്തതികളോട് കലഹം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാതെ നോക്കുക. ഇഷ്ടവസ്തുക്കളുടെയൊക്കെ ലഭ്യത ഉള്ള വർഷമാണിത്. നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സഞ്ചാര യോഗങ്ങളൊക്കെ ഈ വർഷം കൂടുതലായിരിക്കും. യാത്രകൾ ഒരുപാട് വേണ്ടി വരുന്ന വർഷമായിരിക്കും. മാനസികമായിട്ട് കുറേ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചാലും ഒരുപാട് സന്തോഷങ്ങളും ഈ വർഷം ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. വളരെ കാലമായി നമുക്ക് കിട്ടാതെ കിടക്കുന്ന ധനങ്ങളൊക്കെ തിരികെ കിട്ടുവാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരാം. അത് കൃത്യമായി ഈശ്വര പ്രാർത്ഥന കൊണ്ടും കൃത്യമായ നിഷ്ഠയും വ്രത ആചരണങ്ങളും നമുക്ക് ജീവിതത്തിന് നമ്മുടെ മനസ്സിന് മനോബലം കൂട്ടാനും ഒരു ധൈര്യവും ജീവിത വിജയവും പുരോഗതിയൊക്കെ ഉണ്ടാക്കി തരാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിനെ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കാനൊക്കെ ശ്രമിച്ചാൽ സാധിക്കും. അങ്ങനെ സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. അല്ലെങ്കിൽ പലരുടെയും അപ്രീതി നമ്മുടെ നാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുന്ന വർഷമാണ്. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് കരുതലോടെ മാത്രം ഉപയോഗിക്കുക. അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടവരൊക്കെ അത് കൂടുതൽ അധികരിച്ചിട്ടുള്ള രോഗാവസ്ഥകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം കരുതൽ ആവശ്യമാണ്. പിന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കാം. പക്ഷേ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്തിരിഞ്ഞോടാതെ കണ്ട് മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണ്. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ്. നോക്കിയാൽ നടക്കുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കും. അതുപോലെ വീട്, വാഹനം, അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ ഇത്. പൊതുവിൽ കുറച്ച് ഇടയ്ക്ക് ചില മാസങ്ങളിലോ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുമെങ്കിലും ബാക്കി സമയങ്ങളിൽ വളരെയധികം ഗുണഫലങ്ങളെ തരുന്ന വർഷം കൂടിയാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ ഒന്ന് കുറയ്ക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക,
അതുപോലെ തന്നെ ഔഷധങ്ങളൊക്കെ കഴിക്കുന്നവർ കൃത്യമായി നിഷ്ഠയോടുകൂടി അത് കഴിച്ച് രോഗത്തെ കുറയ്ക്കാൻ വേണ്ടിയും കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ആയിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും, സക്സസ് ആകാൻ സാധിക്കും. അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.